ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിൽ നടപടികൾ ആരംഭിച്ചു. രാമചന്ദ്രൻ തിങ്കളാഴ്ചയാണ് കാശ്മീരിലേക്ക് പോയത്. മകളുടെ മുന്നിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് മകൻ ദുബായിൽ നിന്ന് നാട്ടിലെത്തിയത്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു കുടുംബാംഗങ്ങൾ സുരക്ഷിതരാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. കൊല്ലപ്പെട്ട 28 പേരുടെയും മൃതദേഹങ്ങൾ ശ്രീനഗറിലെത്തിച്ചു. പോസ്റ്റ്മോർട്ടം ശ്രീനഗറിൽ തന്നെ നടത്തും. മൃതദേഹങ്ങൾ വിട്ടുനൽകാൻ 2 ദിവസം വരെ കാലതാമസമെടുത്തേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 27 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം. ആക്രമണത്തിൽ പരിക്കേറ്റ 10ലധികം പേർ ചികിത്സയിലുണ്ട്. ഒരു നേപ്പാൾ സ്വദേശിയും UAE പൗരത്വമുള്ള ഇന്ത്യൻ വംശജനും കൊല്ലപ്പെട്ടവരിലുണ്ട്. അതേസമയം പഹൽഗാമിലെ സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേർന്നു. സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ യോഗമാണ് നടന്നത്. അതേസമയം ഭീകരാക്രമണത്തെക്കുറിച്ച് NIA അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഭീകരർക്കായി സുരക്ഷാ സേനയും ജമ്മു കാശ്മീർ പോലീസും സംയുക്ത തെരച്ചിൽ തുടരുകയാണ്. പഹൽഗാം, ബൈസറൺ, അനന്ത്നാഗ് മേഖലകളിലാണ് പരിശോധന. അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിക്ക് പുറമെ UPയിലും സുരക്ഷ കൂട്ടി വിനോദസഞ്ചാര മേഖലകളിൽ നിരീക്ഷണം കർശനമാക്കും. ഇന്നലെയാണ് അശാന്തിയുടെ കാർമേഘങ്ങൾ ഒഴിഞ്ഞു നിന്നിരുന്ന കശ്മീരിനെ വീണ്ടും കുരുതിക്കളമാക്കി ഭീകരാക്രമണമുണ്ടായത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു ആക്രമണം. പഹൽഗാമിലെ ബസറൻ ഹിൽ സ്റ്റേഷനിൽ സൈനിക വേഷത്തിൽ മലയിറങ്ങി വന്ന 4 ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ തുരുതുര വെടിയുതിർക്കുകയായിരുന്നു. പാക് ഭീകര സംഘടനയായ ലഷ്കറുമായി ബന്ധമുള്ള ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞു. സംഭവസ്ഥലം സൈന്യം വളഞ്ഞതോടെ ഭീകരർ കുന്നുതാണ്ടി രക്ഷപ്പെടുകയായിരുന്നു. വിനോദസഞ്ചാരികളിരുന്ന സ്ഥലത്തേക്ക് ഇരച്ചെത്തിയ ഭീകരർ നിഷ്കരുണം വെടിയുതിർക്കുകയായിരുന്നു. സൈനിക വേഷത്തിൽ വന്ന ഭീകരരിൽ 3 പേർ വിദേശികളും ഒരാൾ നാട്ടുകാരനുമെന്നാണ് സൂചന. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മലനിരകൾ നിറഞ്ഞ ബൈസറിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ട്രക്കിങ്ങിനായി എത്തിയവരാണ് ഇരയായത്. കാൽനടയായിട്ടും കുതിരപ്പുറത്തും മാത്രം എത്താൻ കഴിയുന്ന ഹില്ലി സ്റ്റേഷനാണ് അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം മേഖലയിലെ ബൈസറൻ. സുരക്ഷാ സേനയും രക്ഷാദൌത്യ സംഘങ്ങളും ഹെലികോപ്റ്റർ മാർഗമാണ് സ്ഥലത്തേക്ക് പാഞ്ഞത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി മടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തിക്കഴിഞ്ഞു. രാവിലെ 7 മണിയോടെയാണ് പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. പഹൽഗാം സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗവും ചേർന്നു. വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലെ ലോഞ്ചിലാണ് ആദ്യം യോഗം ചേർന്നത്. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗവും പ്രധാനമന്ത്രി വിളിച്ചേക്കും. ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി സംസാരിച്ചു. ഭീകരതയ്ക്ക് എതിരായ രാജ്യത്തിന്റെ നീക്കങ്ങൾക്ക് അദ്ദേഹം പിന്തുണയും അറിയിച്ചു. അമേരിക്ക, ഇസ്രയേൽ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ അടക്കം ലോകരാജ്യങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തി. തീവ്രവാദത്തിന് എതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നറിയിച്ചു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് ഇന്ത്യ സൗദി ഉച്ചകോടി തുടങ്ങിയത്. സൗദി കിരീടാവകാശി അനുശോചനം അറിയിച്ചു. സൗദി കിരീടാവകാശി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ 28 പേരാണ് കൊല്ലപ്പെട്ടത്. 27 പുരുഷന്മാരും ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിലെത്തിച്ചു. പോസ്റ്റ്മോർട്ടം ശ്രീനഗറിൽ തന്നെ നടത്താനാണ് തീരുമാനം. മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ 2 ദിവസം വരെ കാലതാമസം എടുത്തേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.